അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. സ്നേഹിതരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്ക ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ച ഒരു സമയം. മക്ക മുശ്രിക്കുകൾ ദാറുൻ നദവയിൽ ഒരുമിച്ചുകൂടി ചർച്ചകൾക്കൊടുവിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിച്ചു കളയുക എന്ന് തീരുമാനിച്ചു. അതേ ദിവസം രാത്രിയാണ് നബി തങ്ങൾ മദീനയിലേക്ക് പുറപ്പെടുന്നത്. മുശ്രിക്കുകൾക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊലപ്പെടുത്തുവാൻ കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ മുശ്രിക്കുകൾ തീരുമാനിച്ചത് മുഹമ്മദിൻ്റെ ഭൗതിക ശരീരമോ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം ഇനാമായി പ്രഖ്യാപിക്കുക എന്നതാണ്. അത് ലഭിക്കുന്നതിന് വേണ്ടി മുശ്രിക്കുകൾപ്പെട്ട പലരും പല വഴിക്കും ഓടി, പല നിലക്കും അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗാർ തൗറിൽ കയറി സുരക്ഷിതമായി 3 ദിവസം അവിടെ താമസിച്ചു. അതിൻ്റെ ശേഷം നബിയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്തും അവരുടെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജുഅ്സും എന്ന് പറയുന്ന അന്ന് മുശ്രിക്കായിരുന്ന ആ മനുഷ്യൻ ഈ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും നാട്ടുകാരുമായ ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുന്ന ഇടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് വരുന്നതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ പറയുകയാണ്, ലഖദ് മർറബി അൽ ആന സലാസത്തു റിജാലിൻ വ ഇന്നി ലഅദുന്നുഹും മുഹമ്മദൻ വ അബാ ബക്കറിൻ വ ദലീലഹുമാ. ഇതിലെ ഒരു 3 ആളുകൾ പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് മുഹമ്മദും അബൂബക്കറും അവരുടെ വഴികാട്ടിയും ആവാൻ സാധ്യതയുണ്ട് എന്ന്. സുറാഖത്ത് ആ സമയത്ത് ചിന്തിക്കുന്നത് ശരിയാണ്, അവർ തന്നെ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവരോട് അത് പറഞ്ഞാൽ പറ്റുകയില്ല. ആ 100 ഒട്ടകം എനിക്കുള്ളതാണ്. മുഹമ്മദിനെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവന്ന് ആ 100 ഒട്ടകം കൈവശപ്പെടുത്തണം എന്നൊരൊറ്റ ചിന്ത മാത്രമാണ് അയാൾക്ക് ഉണ്ടായിരുന്നത്. സുറാഖത്ത് പറഞ്ഞു, ഇന്നഹും ബനു ഫുലാനിൻ മലൗ യബ്ഹസൂന അൻ നാഖത്തിൻ ലഹും അളല്ലുഹ. അത് മുഹമ്മദും സംഘവുമൊന്നുമല്ല, അത് അവരുടെ ഒരു ഒട്ടകം നഷ്ടപ്പെട്ടപ്പോൾ അത് അന്വേഷിച്ച് കൊണ്ടുപോകുന്ന ഒരു സംഘമാണ് എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നാൽ പിന്നെ ലഅല്ലഹും കദാലിക്, അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. സുറാഖ കുറച്ച് സമയം കൂടി ആ സദസ്സിലിരുന്നു. അതിനുശേഷം ആ സദസ്സിൽ സംസാരം മറ്റൊരു വഴിക്ക് തിരിഞ്ഞപ്പോൾ മെല്ലെ ആ സദസ്സിൽ നിന്ന് അയാൾ എഴുന്നേറ്റു. തൻ്റെ വീട്ടിൽ പോയി ആയുധങ്ങൾ ധരിച്ചു, കുതിരയെ തയ്യാറാക്കി, അമ്പും വില്ലും കയ്യിലെടുത്തു. എന്നിട്ട് മദീനയിലേക്ക് പോകുന്ന വഴിയിലൂടെ സുറാഖ സഞ്ചരിക്കുകയാണ്. സുറാഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത്. അതിനിടയ്ക്ക് ഒരു സമയത്ത് അയാളുടെ കുതിരയുടെ കാലിടറി അയാൾ കുതിരപ്പുറത്തുനിന്ന് വീഴുന്ന ഒരു രംഗം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വീണ്ടും അയാൾ എഴുന്നേറ്റ് മുന്നോട്ട് പോവുകയാണ്. ഏകദേശം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തെത്തി. നബിയെ ഇങ്ങനെ കാണുകയാണ് ആ സമയത്ത് തൻ്റെ വില്ലും അമ്പും എടുത്തിട്ട് അമ്പെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീഴ്ത്താം എന്നാണ് അയാൾ കരുതിയത്. അമ്പ് എടുക്കാൻ വേണ്ടി കൈ ഉയർത്തിയപ്പോൾ കൈ അനങ്ങുന്നില്ല, കൈ അവിടെ തന്നെ ഉറച്ചു നിന്നുപോയി. അതോടുകൂടി അയാൾക്ക് കാര്യം പന്തിയല്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് വല്ലാതെ ആണ്ടുപോവുകയും ചെയ്തു. ഇത് വല്ലാത്തൊരു പ്രയാസമായി. അയാൾ കുതിരയെ തള്ളി എഴുന്നേൽപ്പിച്ചു ഒരു പ്രാവശ്യം, പക്ഷേ വീണ്ടും കാല് ആണ്ടുപോയി. ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞു നോക്കി. സുറാഖയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാൾ കേണപേക്ഷിച്ചു, ഉദ്ഉവാലി റബ്ബകുമാ അൻ യുത്ലിഖ ഖവായിമ ഫർസി വലകുമാ അലയ്യ അൻ അകുഫ അൻകുമാ. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് എങ്കിൽ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് എൻ്റെ ഒട്ടകത്തെ ഈ ഭൂമി വിടുകയാണ് എങ്കിൽ ഞാൻ നിങ്ങളെ പൂർണ്ണമായും സംരക്ഷിച്ചോളാം എന്ന്
സുറാഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. നബി തങ്ങൾ പ്രാർത്ഥിച്ചു. അയാളുടെ കുതിരയുടെ കാലുകൾ ഭൂമിയിൽ നിന്ന് വിട്ടു. അയാൾ സുരക്ഷിതനായി. പക്ഷേ അപ്പോഴേക്കും അയാൾക്ക് വീണ്ടും ആ 100 ഒട്ടകത്തിൻ്റെ കാര്യം ഓർമ്മ വരികയാണ്. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാലെ കൂടി, പിന്നെയും കൂടി. അന്ന് 2-3 പ്രാവശ്യം ആവർത്തിച്ചു. അപ്പോഴൊക്കെയും ഭൂമി അയാളുടെ കുതിരയെ പിടിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെയായപ്പോൾ രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഇലൈക്കുമാ സാദി വ മതാഇ വ സിലാഹി വലക്കുമാ അലയ്യ അഹദുല്ലാ അൻ അറുദ്ദ അൻകുമാ മിൻ വറാഇ മിനന്നാസ്. എന്നെ വിടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം, നിങ്ങൾക്ക് വേണ്ട വസ്ത്രം, ആയുധം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും അത് നൽകാം എന്ന് മാത്രമല്ല, ഇനി ആരെങ്കിലും നിങ്ങളെ അന്വേഷിച്ച് വരികയാണ് എങ്കിൽ അവരെ ഞാൻ പറഞ്ഞ് പിന്തിരിപ്പിച്ച് തിരിച്ചയക്കുകയും ചെയ്യാം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ ഹാജത ലനാ ബിസാദിക വ മതാഇക വലാകിൻ റുദ്ദ അന്നാ അന്നാസ്. നിൻ്റെ ഭക്ഷണമോ മറ്റ് വിഭവങ്ങളോ അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ ആരെങ്കിലും വരുന്നുണ്ട് എങ്കിൽ അവരെ തടഞ്ഞ് പിന്തിരിപ്പിച്ച് വിടാനുള്ള വഴി നീ ഒരുക്കണം എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അയാളുടെ കുതിരയെ ഭൂമി വിടുകയും അയാൾ തിരിച്ചു പോവുകയും ചെയ്തു. തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലാ യതീകുമാ മിന്നി ഷൈഉൻ തക്റഹാനിഹി. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഗതിയും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിച്ചു, മാ തബ്തഗി മിന്ന, എന്താണ് ഞങ്ങളിൽ നിന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അയാൾ പറഞ്ഞു, യാ മുഹമ്മദ്, ഇന്നി ലഅലമു അന്നഹു സയൽഹറു ദീനുക വയഅലു അംറുക ഫആഹിദ്നി ഇദാ അതൈതുക ഫീ മുൽകിക അൻ തുക്രിമനി വക്തുബ് ലി ബിദാലിക ഉരീദു കിതാബ അമാൻ. അയാൾ പറയുകയാണ്, മുഹമ്മദേ, നീയും നിൻ്റെ മതവും എല്ലാ നിലക്കും ഉന്നതിയിലെത്തും. ഇത് സത്യമായി പുലരുക തന്നെ ചെയ്യും. താങ്കൾക്ക് ഭരണാധികാരം കിട്ടും. ആ സമയത്ത് ഞാൻ വരികയാണ് എങ്കിൽ താങ്കൾ എന്നെ ആദരിക്കണം. എനിക്ക് ഒരു എഴുത്ത് തരണം. അത് അമാനത്തിൻ്റെ എഴുത്താണ്. നിർഭയത്വം, സുരക്ഷിതത്വം നൽകുന്ന ഒരു എഴുത്ത് തരണം എന്ന്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമയായ ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹുവിനോട് എഴുത്ത് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അയാൾ അത് എഴുതി കൊടുക്കുകയും ചെയ്തു. അതുമായി സുറാഖ തിരിച്ചുപോയി. തിരിച്ചു പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൈഫ ബിക യാ സുറാഖ ഇദാ ലബിസ്ത സിവാറൈ കിസ്റ. സുറാഖ, താങ്കൾ കിസ്റയുടെ വളകൾ ധരിക്കുന്ന ഒരു സമയം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് എന്ന് സുറാഖ ചോദിച്ചു. കിസ്റ ബിൻ ഹുർമുസിൻ്റെ ഹുർമുസ് രാജാവിൻ്റെ കിസ്റ വളയാണോ ഞാൻ ധരിക്കുക എന്ന്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, ഹുർമുസ് രാജാവിൻ്റെ വളയാണ് താങ്കൾ ധരിക്കുക എന്ന്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തി. വർഷങ്ങൾ കഴിഞ്ഞു. റസൂലുള്ള വഫാത്തായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. അതിനുശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഈ പറയപ്പെട്ട കിസ്റ രാജാവിൻ്റെ അധികാര സ്ഥാനങ്ങളെല്ലാം തകരുകയും മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെയെല്ലാം അധികാരം സ്ഥാപിക്കുകയും ഹുർമുസ് രാജാവിൻ്റെ കിരീടവും വസ്ത്രങ്ങളും അതുപോലെ തന്നെ വളയും അടക്കമുള്ള എല്ലാ സാധനങ്ങളും മദീനയിലേക്ക് കൊണ്ടുവരികയും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് നോക്കിയിട്ട് മഹാനായ സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജുഅ്സും റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കൈകളിൽ അത് ധരിപ്പിക്കുകയും അദ്ദേഹം കുതിരപ്പുറത്ത് കയറി മദീനയുടെ എല്ലാ പ്രാന്തപ്രദേശങ്ങളിലൂടെയും സഞ്ചരിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സംഭവം ഉണ്ടാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഗതി പറയുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോരുന്ന വഴിയിലാണ്. ഹിജറയുടെ 8-ാം വർഷമാണ് സുറാഖ പിന്നീട് മുസ്ലിമാകുന്നത്. ഹിജറയുടെ 11-ാം വർഷമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. അതിൻ്റെ 2 വർഷം കഴിഞ്ഞിട്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രവചനം സത്യമായി പുലരുന്നത്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.